ഈ കാണുന്ന പാമ്പാണ് നീർക്കോലി. അതും നല്ല റെഡ് ആൻഡ് ബ്ലാക്ക് പാച്ചസ് ഉള്ള നല്ല ബ്യൂട്ടിഫുൾ നീർക്കോലി. അപ്പോൾ ഇതൊരു റെപ്റ്റിലിയ ക്ലാസ്സിൽപ്പെട്ട കോളുബ്രൈഡെ ഫാമിലിയിൽപ്പെട്ട ഒരു വാട്ടർ സ്നേക്ക് ആണ്. ഈ സ്പീഷീസിന്റെ പേര് ഫൗളിയ പിസ്കേറ്റർ. ഇതിന് സെനോകോർഫിസ് പിസ്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാനാർത്ഥം കൂടി ഉണ്ട്. എന്ന് വെച്ചാൽ ഈ രണ്ട് പേരിലും അറിയപ്പെടുന്ന ഒരേ പാമ്പ് തന്നെയാണ്. അപ്പോൾ ഈ ഫൗളിയ പിസ്കേറ്റർ എന്ന് പറഞ്ഞ പേരിട്ട് സ്നൈഡർ ആണ് 1799. ഇതിന്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത് ചെക്കേർഡ് കീൽബാക്ക് ഏഷ്യാറ്റിക് വാട്ടർ സ്നേക്ക്. പിന്നെ ഇന്ത്യയിൽ പല ഏരിയാസിൽ ഇതിനെ കുക്രി സ്നേക്ക് എന്നും അറിയപ്പെടാറുണ്ട്. ആ പേര് ഇതിന്റെ പല്ലിന്റെ ഷേപ്പ് കാരണം കൊണ്ട് വന്ന പേരാണ്. ഇതിന്റെ പല്ല് കുക്രി നൈഫ് പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് കുക്രി സ്നേക്ക് എന്ന് പറഞ്ഞ പേര് വന്നത്. പിന്നെ ഇതിന്റെ ബംഗ്ലയിൽ വിളിക്കുന്നത് ദോറ ഷാപ്പ് എന്നും പിന്നെ ജർമ്മനിലെ ഫിഷർനേറ്റർ എന്നുമാണ്. ഇതിന്റെ നേറ്റീവ് എന്ന് പറയുന്നത് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. അതായത് ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക, മിയാൻമാർ, തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, ചൈന, തായ്വാൻ, ഇന്തോനേഷ്യ. ഈ വീഡിയോ എടുത്തേക്കുന്ന കേരളത്തിൽ നിന്നാണ്. ഇതിനെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് പാടങ്ങളിലും നദികളിലും ചതുപ്പുകളിലും കായലുകളിലും പിന്നെ വെറ്റ്ലാൻഡ്സിലൊക്കെ. ഇതിൻ്റെ ഒരു ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഇതൊരു അക്വാട്ടിക് ബയോളജിക്കൽ കൺട്രോൾ സ്പീഷീസ് ആയിട്ട് കൺസിഡർ ചെയ്യണ ഒരു പാമ്പാണ്. കാരണം ഇത് ഫീഡ് ചെയ്യുന്നത് ഈ മീനുകളെയും തവളകളെയും പിന്നെ ഈ അക്വാട്ടിക് ഇൻസെക്ട്സിനെയൊക്കെയാണ് ഇത് ഫീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അക്വാട്ടിക് എക്കോസിസ്റ്റം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഇതിനെയാണെങ്കിൽ ഇതിലും വലിയ ഇഴജന്തുക്കളും പക്ഷികളും ഒക്കെ ആഹാരമാക്കാറുമുണ്ട്. ഇതിൻ്റെ ഒരു കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ IUCNൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് കരുതപ്പെടുന്ന ഒരു പാമ്പാണ്. പക്ഷേ ഇന്ത്യയിൽ ഇത് ഷെഡ്യൂൾ 2 ഓഫ് ഇന്ത്യസ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണ്. ഇതിൻ്റെ തന്നെ പോപ്പുലേഷൻ ഒരുപാട് കുറഞ്ഞു വരാനുള്ള കാരണം മെയിനായിട്ട് പെസ്റ്റിസൈഡ്സിൻ്റെ യൂസേജും ഹാബിറ്റാറ്റ് ലോസും പിന്നെ ഇതിൻ്റെ തന്നെ സ്കിൻ ട്രേഡൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഇതിനൊരു പ്രൊട്ടക്റ്റഡ് സ്പീഷീസിൻ്റെ ഗണത്തിൽ പെടുത്തിയേക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിൻ്റെ ഒരു ഫീഡിങ് ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനുകളും പിന്നെ ആംഫിബിയൻസും പിന്നെ ആന്ത്രപ്പോഡ്സ് ഒക്കെ. അത് കൂടാതെ ഒത്ത് കിട്ടിയ ചെറിയ പക്ഷികളെയും പക്ഷികളുടെ മുട്ടയെയും പിന്നെ റോഡൻസ് അതായത് എലികളെയും ഈ അണ്ണാനുകളെയും അതുപോലെ തന്നെ ചെറിയ ആമകളെയും ഒക്കെ തന്നെ ഇത് കഴിക്കും. വെള്ളത്തിലാണെങ്കിൽ ഇതിന് നല്ല സ്പീഡാണ്. പെട്ടെന്ന് അപ്രോച്ച് ചെയ്ത് ഇരയെ പിടിച്ച് വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പറയുകയാണെങ്കിൽ ഇത് സെമി അക്വാറ്റിക് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ കുറച്ച് നേരം വെള്ളത്തിലും കുറച്ച് നേരം കരയിലൊക്കെ ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. വെള്ളത്തിൽ കിടന്ന് മടുത്തുകൊണ്ടായിരിക്കണം കരയിൽ വെയിൽ കായാനൊക്കെ ആയിട്ട് കയറി കിടക്കുന്നുണ്ട്. ഇത് രാവും പകലും ആക്റ്റീവാണ്. ഇരയൊക്കെ പിടിക്കും. പിന്നെ ഇത് ഫ്രഷ് വാട്ടർ ബോഡീസിലാണ് കൂടുതലായിട്ടും ജീവിക്കുന്നത്. ഇത് അത്യാവശ്യം അഗ്രസീവ് നേച്ചറുള്ള ഒരു പാമ്പാണ്. നമ്മൾ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്യും. പക്ഷേ കോർണർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിന് കുക്രി കത്തിയുടെ ഷേപ്പുള്ള പല്ലുകളൊക്കെ ഉണ്ട്. നല്ല മൂർച്ചയുള്ള പല്ലുകൾ. പക്ഷേ ഇത് വെനമസ് അല്ല. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ ഇത് ഓവിപാരസ് ആണ്. അതായത് മുട്ടയിടുന്ന ജന്തുക്കളാണ്. ഒരു മിനിമം 4 ടു മാക്സിമം 100 മുട്ടകൾ വരെയാണ് ഇത് ഇടുന്നത്. അതിൻ്റെ അതൊരു ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ടു 70 മുട്ടകൾ വരെയാണ് ഇത് ഇടുന്നത്. മുട്ടകളുടെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ടു 70 ദിവസം വരെയാണ്. അതായത് 2 മാസത്തിന് മുകളിൽ. വിരിയുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു 11 സെൻറ്റിമീറ്റർ വരെയാണ് അതിൻ്റെ ഒരു നീളമുള്ളതെന്നാണ് പറയുന്നത്. ഈ പാമ്പിൻ്റെ ഫീമെയിൽസ് ആണ് മുട്ടയ്ക്ക് അടയിരിക്കുന്നതും കാവലിരിക്കുന്നതും. മിയാൻമാറിലും ചൈനയിലും ഒക്കെ ഇതിനെ തിന്നാറുണ്ട് എന്നാണ് റെഫറൻസ്. പണ്ട് കാലത്ത് ഇതിനെ ഇറച്ചിക്കും തൊലിക്കുമായിട്ട് വളർത്താറുണ്ട് എന്നുള്ളൊരു റെഫറൻസ് കൂടിയുണ്ട്. ഇന്ത്യയിൽ ഇതിനെ ഫുഡിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജീവിയല്ല. അപ്പോൾ പ്രെഡേറ്റേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എസ്കേപ്പ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയൊക്കെ പൊക്കി പിടിച്ച് പെട്ടെന്ന് നല്ല അഗ്രസീവായിട്ട് നിൽക്കും. പക്ഷേ ആ ഒരു നിപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കോബ്രയുടെ ഒരു ലുക്കായിട്ട് തോന്നും ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോബ്രയുമായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ വാല് പല്ലിയുടെ വാലുമാതിരി മുറിയും. ഈ വീഡിയോയിൽ അതിൻ്റെ വാലിൻ്റെ അറ്റം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഭയങ്കര നേർത്ത ഒരു വാലാണ്. അതിൻ്റെ അത് കടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മുറിഞ്ഞു പോകും. അതും ഇതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ്. കോബ്രയെ പോലെ തല പൊക്കി പിടിച്ച് നിൽക്കുക മാത്രമല്ല ചിലപ്പോൾ ചീറ്റുകയും പിന്നെ ഒരു കടിയും വെച്ച് തരും ചിലപ്പോൾ. അതുകൊണ്ട് തന്നെ വിഷമില്ലാന്നും പറഞ്ഞ് ഒരുപാട് അടുത്തേക്ക് പോകാനൊന്നും നിൽക്കണ്ട. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 2 സ്പീഷീസിൻ്റെ ഒരു നാനാർത്ഥമായ 2 സ്പീഷീസിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇത് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് സെനോകോർഫിസ് പിസ്കേറ്റർ എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടാക്സോണമിക് റിവിഷൻസ് ഒക്കെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇത് ഫൗളിയ ജനസിലേക്ക് മാറ്റിയതാണ്. ഫൗളിയ ജനസിൽ തന്നെ ഇതിന് 2 റിലേറ്റഡ് സ്പീഷീസ് കൂടിയുണ്ട്. ഒന്ന് ഫൗളിയ ഫ്ലാവിപങ്ക്ടാറ്റസ്, 2 ഫൗളിയ മെലൻസോസ്റ്റസ്. ഇനി ഇതിൻ്റെ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഇതൊരു ഫിയേർഡ് ആൻഡ് റെസ്പെക്റ്റഡ് സ്പീഷീസ് ആണ്. ഇത് പാടങ്ങളിലെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന കാരണം ഇതിനെ റൈസ് ഫീൽഡ് ഗാർഡിയൻ എന്നാണ് ലോക്കലി പലയിടത്തും അറിയുന്നത്.
പല നാടോടി കഥകളിലും ഇത് റെസിലിയൻസിൻ്റെയും സ്റ്റെൽത്തിൻ്റെയും ഒക്കെ സിമ്പലാണെന്ന് ഉള്ള ഒരു റെഫറൻസ് കൂടി ഉണ്ട്. പക്ഷേ അത് എങ്ങനെയാണ് എവിടെയാണ് എന്നുള്ള അറിവൊന്നും നമുക്കിപ്പോൾ തൽക്കാലത്തേക്കില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് റെഡിൽ ബ്ലാക്ക് പാച്ചസ് ഒക്കെ ഉള്ള ഒരു പാമ്പാണ്. പക്ഷേ ഇതിന് വേറെ കുറേ കളേഴ്സ് കൂടി കോമൺ ആയിട്ട് കാണുന്ന ഒലീവ് ബ്രൗൺ ആണ്. അതിൻ്റെ അകത്ത് ഡാർക്ക് ഒലീവ് കളറിൽ ബ്ലാക്ക് ചെക്കേഴ്സ് ആയിരിക്കും പാമ്പിനുള്ളത്. റെഡിഷ് ബ്രൗൺ വെറൈറ്റിയിൽ റെസ്റ്റ് ഓർ കോപ്പർ ടോൺസ് ആയിരിക്കും, ചെക്കിങ് ഫേഡഡ് ആയിരിക്കും. പിന്നെയുള്ളത് ഒരു ഒലീവ് ഗ്രീൻ വെറൈറ്റിയാണ്. അതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ലൈറ്റ് ഒലീവ് കളറായിരിക്കും, പിന്നെ ബ്ലാക്ക് ബ്ലോച്ചസ്. ഓറഞ്ച് മോർഫ് വെറൈറ്റിയിൽ ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ ബ്ലാക്ക് ചെക്കിങ് ആയിരിക്കും. ലൂസിസ്റ്റിക് അല്ലെങ്കിൽ പെയിൽ വെറൈറ്റിയിൽ ക്രീമി വൈറ്റോ അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോയിഷ് കളറിലോ ആയിരിക്കും. പിന്നെ മാർക്കിംഗ് അധികം ഉണ്ടാവില്ല, ഫെയിൻറ്റഡ് ആയിരിക്കും. ഡാർക്ക് മെലാനിസ്റ്റിക് വെറൈറ്റിയിൽ ഒരു ബ്ലാക്ക് കളറിൽ തന്നെയായിരിക്കും, അതുകൊണ്ട് ചെക്കേഴ്സ് ഒന്നും കാണാൻ പറ്റത്തില്ല. ചെക്കേർഡ് ക്ലാസിക് വെറൈറ്റി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് ക്രീം പാറ്റേൺസിലാണ് ഉള്ളത്. പിന്നെ ഒരു വൈറ്റ് ടു ക്രീം വെറൈറ്റി ആയ വെൻട്രൽ വേരിയേഷൻസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ ആമ്പൽക്കുളമാണ്. അപ്പോൾ മൂപ്പര് മെയിനായിട്ട് ഈ കുളത്തിൽ വന്നേക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരുപാട് തവളക്കുഞ്ഞുങ്ങളും ഉണ്ട്, അതായത് വാൽമാക്രികളും ഉണ്ട്. പിന്നെ വലിയ പ്രഡേറ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ്. അപ്പോൾ സമാധാനവും സ്വസ്ഥവുമായിട്ടിരുന്ന് ഫുഡ് അടിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.